കുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കുന്ന മാതാക്കൾക്ക് തിരിച്ചറിയാനുള്ള മാർഗ്ഗം അവരെ നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുക. ഈ കൗമാരപ്രായത്തിൻ്റെ ഘട്ടത്തിൽ നമുക്കെപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുകയും പെട്ടെന്ന് വഴക്കുണ്ടാക്കാനും ഉള്ള ഒരു ഭാവം കുട്ടികളിലുണ്ടാവും. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രിഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. കുട്ടികൾ പലപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് മാതാപിതാക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു വാചകം ഞാൻ എന്തും പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്നാണ്. ഈ എന്തും പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അവിടെ ഒരു അകലമുണ്ടെന്നാണ്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം വലിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവനും ചിന്തിക്കുന്നത് ഒരു പ്രാവശ്യം ഞാൻ എടുത്താലും കുഴപ്പമില്ലല്ലോ, ഒരു പ്രാവശ്യം ഞാനിതൊന്ന് വലിച്ചു നോക്കിയെന്നാലും കുഴപ്പമില്ല. അപ്പോൾ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം എല്ലായ്പ്പോഴും ആരംഭിക്കുന്നത് ഈ പറഞ്ഞ ഒരു എക്സ്പെരിമെൻറ്റേഷൻ എന്ന രീതിയിലാണ്, ഒരു പരീക്ഷണം. ഇപ്പം കഴിഞ്ഞ ആഴ്ച കൗൺസിലിംഗ് വന്നൊരു പയ്യൻ്റെ എടുത്താൽ അവൻ സംസാരിച്ച് പറഞ്ഞതും സിവിയർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അവൻ തുടങ്ങി വെച്ചത് ഈ പറഞ്ഞ ചുണ്ടിനിടയിൽ വയ്ക്കുന്ന ചെറിയൊരു കൂള് പോലത്തെ ചെറിയ പൻമസാല വസ്തുക്കളിൽ നിന്ന് തുടങ്ങിയത്. ഇപ്പം ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മൾ പറയുന്ന കണ്ടീഷനിങ് എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാകുന്ന സമയത്ത് ഇവൻ്റെ ലേണിംഗ് എന്താണ്? അപ്പോൾ കുടുംബത്തിൽ ഇതിനെ പ്രത്യക്ഷമായി മാതാപിതാക്കളോ അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ള അംഗങ്ങളും മദ്യപിക്കുന്നതിനെയും പുകവലിക്കുന്നതിനെയും ഒരു പോസിറ്റീവായ രീതിയിലാണ് സമീപിക്കുന്നതെങ്കിൽ ഈ കുട്ടിക്കും ചെറുപ്പം തൊട്ടേ ഇവനും ഇത് കുഴപ്പമില്ല, ഓക്കെ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് എന്ന് പറയുന്നൊരു കാഴ്ചപ്പാട് വരുന്നു. അപ്പോൾ അത് അവൻ്റെ ലേണിംഗായി മാറുന്നു. മദ്യപിക്കുന്നുണ്ട് കുഴപ്പമില്ല, മധുരക്കള്ള് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല, ചെറിയ ലഹരി വസ്തു ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്നൊരു ധാരണ ഇവൻ്റെ ഉള്ളിൽ പതുക്കെ ലേൺഡായിട്ട് വരും. പിന്നെ വരുന്നൊരു കാര്യം ചെറുപ്രായത്തിലുണ്ടാകുന്ന മരുന്നുകളുടെ ഉപയോഗം. ഇപ്പം പലപ്പോഴും കുടുംബത്തിൽ ഈ കപ്പ് സിറപ്പ് പോലത്തെ കാര്യങ്ങൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് ഓവർഡോസ് ഉപയോഗിച്ച് വരുന്ന കുട്ടികൾക്ക് അവർക്കൊരു ധാരണ ഇരിക്കുന്നത് മരുന്ന് എങ്ങനെ ഇട്ടാലും കഴിക്കാം. കാരണം കുടുംബത്തിൽ നിന്ന് പഠിപ്പിക്കുന്ന അങ്ങനെയാണ്. നേരെ മെഡിക്കൽ സ്റ്റോറിൽ ചെല്ലുന്നു, പേര് പറഞ്ഞ് കപ്പ് സിറപ്പ് പറഞ്ഞ് മേടിക്കുന്നു, അല്ലെങ്കിൽ മറ്റ് മരുന്നുകൾ മേടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന കുട്ടി കുറച്ചുകൂടി മുതിർന്ന് കഴിയുമ്പോൾ മറ്റ് മരുന്നുകൾ ഒരു ഡിപ്രഷൻ ആകുന്നു, അല്ലെങ്കിൽ ഇപ്പോഴത്തെ യുവാക്കളുടെ ഭാഗത്ത് ഡസ്പടിക്കുന്നു, മൂഡ് ഓഫായി നിൽക്കുന്നു എന്ന് പറയുമ്പം അവൻ്റെ സുഹൃത്തുക്കൾ ആരെയും പറയുന്നു നീ ഈ ഗുളിക കഴിച്ചു, അല്ലെങ്കിൽ ഈ മരുന്ന് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഇതെടുത്തു, നിൻ്റെ അത് മാറിക്കിട്ടും എന്ന് പറയുമ്പോൾ അവനവിടെ ഇത് തെറ്റായിട്ട് തോന്നുന്നില്ല. കാരണം അവൻ്റെ ലേണ് കിടക്കുന്നത് എങ്ങനെ നിന്നാലും ഇത് ഉപയോഗിക്കാം മരുന്നെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഒരു രണ്ട് വാക്കുകൾ നമ്മൾ പറയുന്നത്, ഒന്ന് മരുന്ന് ഉപയോഗവും മരുന്ന് ദുരുപയോഗമുണ്ട്. ഡോക്ടറുടെ അനുവാദമില്ലാതെ ഡോക്ടർ നിർദ്ദേശിച്ച രീതിയിലല്ലാതെ ഉപയോഗിക്കുന്ന മരുന്നുകളെല്ലാം മരുന്ന് ദുരുപയോഗമാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടാമതൊരു കാര്യം വരുന്നത് ഈ കുട്ടികളെ പഠിപ്പിച്ചെടുക്കണം നമ്മൾ മരുന്ന് ഉപയോഗം. അപ്പോൾ മരുന്ന് ദുരുപയോഗം എന്ന് പറയുന്നത് എന്താണെന്ന് പഠിപ്പിച്ചെടുക്കുക. പിന്നെ വരുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ വിഷ്വൽ മീഡിയയിൽ വരുന്ന ഇപ്പോൾ സിനിമകളൊക്കെ കാണിക്കുന്ന സ്റ്റൈലിഷായിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലത്തെ സോഷ്യൽ മീഡിയകളിലെല്ലാം ലഹരിയുമായി ബന്ധപ്പെട്ട ഭയങ്കരമായ രീതിയിലുള്ള വളരെ മനോഹരമായ ദൃശ്യങ്ങളുണ്ട്. അപ്പോൾ ഇത് ചെറുപ്രായത്തിൽ അമിതമായി കുട്ടികൾ കണ്ടു കഴിയുമ്പോൾ അവിടെയും ഇത് ലേൺഡായിട്ട് മാറും. അപ്പം അതുകൊണ്ട് കുഴപ്പമില്ല ചിന്ത വരും. പിന്നെ ഇത് പതുക്കെ ലേൺഡായിട്ട് വരുന്ന കുട്ടികൾക്ക് ആദ്യ സമയത്ത് എല്ലാവരും പതുക്കെ സിഗരറ്റിലോ അല്ലെങ്കിൽ കൂള് പോലത്തെ ചെറിയ ലഹരി വസ്തുക്കളിലേക്കോ തുടങ്ങും. ഇപ്പം ഞങ്ങൾ പലപ്പോഴും കൗൺസിലിംഗ് വരുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമ്പോൾ ഒരു കുട്ടിയും അല്ലെങ്കിൽ വലിയ ലഹരി വസ്തു മയക്കുമരുന്ന് വസ്തുക്കളല്ല ആരംഭിച്ചു തുടങ്ങുന്നത്. എല്ലാ കുട്ടികളും ആരംഭിച്ചു തുടങ്ങുന്നത് ചെറിയ വസ്തുക്കളിലാണ്. കൂട്ടുകാർ കൂടിയപ്പോൾ ഇച്ചിരി വൈൻ കുടിച്ച് തുടങ്ങുന്ന കുട്ടികൾ, അല്ലെങ്കിൽ പുക വലിച്ചു തുടങ്ങുന്ന കുട്ടികൾ, അതല്ലെങ്കിൽ കൂള് പോലത്തെ ചെറിയ ലഹരി പാൻമസാല പോലത്തെ ചെറിയ സാധനങ്ങളാണ് ആദ്യം ഉപയോഗിച്ചത് ഒരു ഹൈസ്കൂൾ പ്രായത്തിലൊക്കെ തുടങ്ങുന്നു. അങ്ങനെ തുടങ്ങിക്കഴിയുമ്പോൾ അത് കുറച്ച് കഴിയുമ്പോൾ അവർക്ക് തൃപ്തിയാകാതെ വരികയും ഹാപ്പിനെസ് കിട്ടാതെ വരികയും ചെയ്യുമ്പോൾ കാരണം അത് ഉപയോഗിച്ചെടുക്കുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതിൽ നിന്ന് കൂട്ടുകാർ കൂടി കഴിയുമ്പോൾ അടുത്ത ലഹരിയിലേക്ക് പതുക്കെ കടക്കുന്നു. അങ്ങനെ ഘട്ടമായി ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് അതിൽ നിന്ന് അടുത്തതിലേക്ക് എന്നാണ് വരുന്നത്. ഇപ്പം കഴിഞ്ഞ ആഴ്ച കൗൺസിലിംഗ് വന്നൊരു പയ്യൻ്റെ എടുത്താൽ അവൻ സംസാരിച്ച് പറഞ്ഞതും സിവിയർ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴും അവൻ തുടങ്ങി വെച്ചത് ഈ പറഞ്ഞ ചുണ്ടിനിടയിൽ വയ്ക്കുന്ന ചെറിയൊരു കൂള് പോലത്തെ ചെറിയ പൻമസാല വസ്തുക്കളിൽ നിന്ന് തുടങ്ങിയത്. പാൻമസാല വസ്തു തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പാൻമസാല മാറിയിട്ട് മറ്റൊരു മയക്കുമരുന്ന് വസ്തുവായി, അവിടുന്ന് കൂടി വന്ന് ഇന്നത് മയക്കുമരുന്നായി മാറ്റപ്പെട്ടു. അപ്പോൾ ഓരോ ഘട്ടത്തിൽ ഇവർ ഉപയോഗിക്കുമ്പോഴും ഈ പയ്യൻ എന്നോട് പറഞ്ഞ വാചകം ഇത് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതൊരു ചെറിയ വസ്തുവല്ലേ, ഇത് രസത്തിന് ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിക്കുന്നതാണ് എന്ന് പറയുന്നൊരു നോർമലൈസ് ചെയ്ത ഒരു വാചകമാണ് ആ പയ്യനിൽ നിന്ന് ഞാനും ആദ്യം പറഞ്ഞത്. പക്ഷെ ഇന്ന് അവൻ പറയുന്നുണ്ട് ഇങ്ങനെ ആകുമായിരുന്നെങ്കിൽ ഞാനിത് തുടങ്ങിയല്ലായിരുന്നു. ഇപ്പോഴാണ് ആ പയ്യന് തിരിച്ചറിവുണ്ടാകുന്നത്. ഏതാണ്ട് ഡിഗ്രി ഫസ്റ്റ് ഇയർ എത്തിയപ്പോൾ തിരിച്ചറിവുണ്ടാകുന്നത്
ഇങ്ങനെ ഇത്രയാകുമോ, ഇങ്ങനെ ഈ പ്രശ്നത്തിലേക്ക് എത്തുമായിരുന്നെങ്കിൽ. നമ്മളിതെല്ലാം ക്ലാസ്സിൽ എടുക്കുന്നതെല്ലാം പറയുമ്പോഴും അവർ ചിന്തിക്കുന്നത് ഞാൻ ഒരു ചെറിയ വസ്തുവിൽ ഉപയോഗിക്കുന്നുള്ളൂ, കൂടിയത് ഉപയോഗിക്കാറുണ്ടാൽ പോരെ എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് കുടുംബ പശ്ചാത്തലങ്ങൾ, ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ വസ്തുക്കളുടെ ഉപയോഗങ്ങൾ, സോഷ്യൽ മീഡിയയിലൂടെ ഉണ്ടാകുന്ന ഇത്തരം പ്രചരണങ്ങൾ തുടങ്ങിയ പല കാര്യങ്ങൾ യുവാക്കളെ ആകർഷിക്കുന്നുണ്ട്. പിന്നെ ചെറുപ്രായത്തിൽ മുതലുള്ള മൊബൈൽ ഫോണിൻ്റെ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ഉപയോഗം ഉണ്ടാകുമ്പോൾ അവർക്ക് ഡോപ്പമിൻ അളവ് ശക്തമായി പതിപ്പിക്കും. പക്ഷേ പിന്നീട് ജീവിതത്തിൽ ഒന്നിലും മറ്റു കാര്യങ്ങളിൽ ഈ പറഞ്ഞ സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ സന്തോഷകരമായ ഒരവസ്ഥ കിട്ടാതെ വരുന്നു, നോർമൽ കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുന്നവർക്ക് പിന്നെ ഉണ്ടാകുന്നൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഈ മയക്കുമരുന്ന് പോലത്തെ വസ്തുക്കൾ ഉപയോഗിച്ചാൽ മാത്രമേ ഇതുപോലത്തെ ഒരു എക്സ്ട്രീം ലെവലിലുള്ള ഡോപ്പമിൻ ഉൽപ്പാദനം ഉണ്ടാവുകയും അവർക്ക് സന്തോഷകരമായ അവസ്ഥ അല്ലെങ്കിൽ ഒരു ഉന്മാദ അവസ്ഥ രൂപപ്പെടുള്ളൂ. അത് വരുമ്പോഴും ഈ ലഹരിയിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എല്ലാവരുടെ ഉള്ളിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. കൗമാരപ്രായം എന്ന് പറയുന്നത് ക്യൂരിയോസിറ്റിയുടെ പ്രായമാണ്. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ നമ്മുടെ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ വളർച്ച പൂർത്തീകരിക്കപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഇമോഷണൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടും. അപ്പോൾ എല്ലാ കാര്യത്തിലും ആവേശമുണ്ടാകുന്ന, എല്ലാ കാര്യത്തിലും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന പ്രായമാണ് ഈ കൗമാരം എന്ന് പറയുന്നത്. പക്ഷേ അതിന് മുകളിലുള്ള നിയന്ത്രണം നടക്കുന്നത് ആയിട്ടുമില്ല. അപ്പോൾ ആ ക്യൂരിയോസിറ്റി എല്ലാവരുടെ ഉള്ളിലുണ്ട്. പക്ഷേ ഈ സമയത്ത് കൂട്ടുകാർ ഉപയോഗിക്കുമ്പോൾ, കാരണം നമ്മുടെ ഒപ്പമുള്ള നമ്മുടെ സുഹൃത്തുക്കളായ വ്യക്തികൾ ഉപയോഗിക്കുന്നു, അവർ പറയുന്ന വാചകം എന്തായിരിക്കും? ഞാൻ ഒരു പ്രാവശ്യം വലിച്ചു, അവർ പറയുന്ന വാചകം വലിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു പ്രാവശ്യം വലിച്ചിട്ട് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ ഇവനും ചിന്തിക്കുന്നത് ഒരു പ്രാവശ്യം ഞാൻ എടുത്താലും കുഴപ്പമില്ലല്ലോ, ഒരു പ്രാവശ്യം ഞാനിതൊന്ന് വലിച്ചു നോക്കിയെന്നാലും കുഴപ്പമില്ല. അപ്പോൾ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം എല്ലായ്പ്പോഴും ആരംഭിക്കുന്നത് ഈ പറഞ്ഞിട്ട് ഒരു എക്സ്പെരിമെൻറ്റേഷൻ എന്ന രീതിയിലാണ്, ഒരു പരീക്ഷണം, അറിയാനുള്ള ആകാംക്ഷയിൽ നിന്നും ഒന്ന് പരീക്ഷിച്ച് നോക്കുക എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ആ പരീക്ഷണത്വര ഉണ്ടാകുമ്പോൾ കൂട്ടുകാരുടെ ഉപയോഗം കൂടെ വരുമ്പോൾ അവനവിടെ കിട്ടുന്നത് ഏറ്റവും അടുത്ത സുഹൃത്തിനെയാണ്. ആ സുഹൃത്ത് ഉപയോഗിച്ചിട്ട് അവൻ നോക്കുമ്പോൾ അവിടെ ഒരു കുഴപ്പം അവൻ അനുഭവപ്പെടുന്നില്ല. പക്ഷേ നമ്മൾ പറയുമ്പോൾ, ഇപ്പം മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നു, ഞങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? പുകവലിച്ചാൽ ക്യാൻസർ വരും എന്നറിയും. പക്ഷേ ഇവൻ ചിന്തിക്കുന്നത് ഒരു പ്രാവശ്യം പുകവലിച്ചാൽ ക്യാൻസർ വരുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം ഞാൻ മദ്യപിച്ചാൽ ലിവർ സിറോസ് വരത്തില്ലല്ലോ, അപ്പോൾ ഒരു പ്രാവശ്യം എടുക്കുക എന്നൊരു അനുഭവം അവൻ്റെ ഉള്ളിൽ ആ ത്വര കൊണ്ട് ഉണ്ട്. അങ്ങനെ ആവർത്തിക്കപ്പെടുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം എടുക്കുന്നു, പിന്നീട് അത് ആവർത്തിക്കപ്പെടുന്നു, അങ്ങനെ പതുക്കെ പതുക്കെ കൂടി വരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകാർ വഴിയാണ് പലപ്പോഴും ഇവരെല്ലാം ആകർഷിക്കപ്പെടുകയും അത് പെട്ടെന്ന് ഉപയോഗത്തിലേക്ക് വരുന്നത്. അതുവരെ ഇവൻ്റെ ഉള്ളിൽ ആകാംക്ഷ ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നത്, അവനൊരു സ്പേസ് കിട്ടുന്നത് ആ സൗഹൃദങ്ങൾക്കിടയിൽ നിന്ന് തന്നെയാണ്. കാരണം അവിടെ തെറ്റുകളില്ല, ആ സൗഹൃദമാണ്. അപ്പോൾ അവിടെ സൗഹൃദത്തിലുണ്ടാവേണ്ടത് നമുക്ക് നോ പറയാനും നമുക്കിതിനോട് വ്യക്തമായ ഒരു ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ്. ലഹരി വസ്തു ഏത് ഉപയോഗിക്കുമ്പോഴും അത് പതുക്കെ പതുക്കെ പ്രശ്നമായി മാറുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുമ്പോൾ ഇതിനകത്ത് 3 തരത്തിലുള്ള രോഗാവസ്ഥകളാണ് ഒരു ലഹരി വസ്തു ഉപയോഗിക്കുന്ന വ്യക്തികൾക്കുണ്ടാകുന്നത്. ഒന്ന്, 1956 ലോകാരോഗ്യ സംഘടന ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ലഹരി ആസക്തി രോഗം എന്ന് പറയുന്ന രോഗാവസ്ഥ, സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് ഇപ്പോൾ വിളിക്കും, മദ്യാസക്തി രോഗം എന്ന് പറയുന്നത് ആണ് തുടങ്ങുന്നത്. അപ്പോൾ ഒന്നാമത്തെ രോഗാവസ്ഥയാണ്. രണ്ടാമത് വരുന്നത് ഈ ലഹരി ആസക്തി രോഗമുള്ള വ്യക്തികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വിട്രോവൽ ഫീച്ചേഴ്സ്, സിംറ്റംസ് എന്നൊക്കെ പറയുന്ന പിന്മാറ്റ അസ്വസ്ഥതകൾ കിട്ടപ്പെടും. മൂന്നാമത് വരുന്നതാണ് ഇത് ഈ ലഹരി വസ്തുവിൻ്റെ ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികമായ രോഗാവസ്ഥകൾ. ഇതിൽ ശാരീരിക മാനസികമായ രോഗാവസ്ഥകൾ രൂപപ്പെടാൻ സമയമെടുക്കും. ഒരു ദിവസം ഒരു പുക വലിച്ചു എന്ന് കരുതി ക്യാൻസറിലേക്ക് എത്തപ്പെടുന്നില്ല. എന്നാൽ ചിലപ്പോൾ ആ ഒരു ദിവസത്തെ ഒരു പ്രാവശ്യത്തെ പുകവലി മതി ഇവനിൽ നിക്കോട്ടിൻ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്ന ആശ്രയത്വ രോഗമുണ്ടാവാൻ, തലച്ചോറുമായി ബന്ധപ്പെട്ടുണ്ടാവാം. ആ ഉണ്ടാകുന്ന വ്യക്തിയിൽ പിന്നീട് അത് ഉപയോഗിക്കാനുള്ള ആസക്തി കൂടിക്കൂടി വരുന്നു, വീണ്ടും വീണ്ടും ആവർത്തിച്ച് വരുന്നു. കുറച്ച് കഴിയുമ്പോൾ ഇത് ഉപയോഗിക്കാതെ പറ്റാതെ വരുമ്പോൾ അസ്വസ്ഥതകളുണ്ടാകുന്നു. അപ്പോൾ ഇവന് വീണ്ടും ഉപയോഗിക്കേണ്ടി വരുന്നു. അത് സിഗരറ്റ് വലിക്കാണെങ്കിൽ കുട്ടികൾക്ക് സാധാരണ അനുഭവപ്പെടുന്നത് ചുണ്ടിലൊരു തരിപ്പ് അനുഭവപ്പെടുക, മുഖത്തേക്കൊരു അസ്വസ്ഥത വരിക, വായ്ക്കുള്ളിൽ ചെറിയ തരിപ്പ് അനുഭവപ്പെടുക, ഇത്തരം പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ അത് പുറമേ കാര്യമായ ഗൗരവപൂർണ്ണമായ വലിയ പ്രശ്നമല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പുക എടുത്താൽ മതി, അങ്ങ് മാറുന്നു. അപ്പോൾ അതിനെ ആരും ഗൗരവപൂർണ്ണം എടുക്കില്ല. പക്ഷെ അത് ഈ വൈകുന്നേരം ആയപ്പോഴോ അല്ലെങ്കിൽ എപ്പോഴാണോ പുക വലിച്ചുകൊണ്ടിരുന്നത് അത് കിട്ടാതെ വന്നപ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. അത് കൂടിക്കൂടി വരുമ്പോൾ ദേഷ്യമായി മാറാം, ഭയങ്കരമായ അസ്വസ്ഥകളായി മാറാം, ഉറക്കമില്ലായ്മ വരാം, അങ്ങനെ ഓരോ പ്രശ്നത്തിലേക്ക് പോകാം.
പിന്നീടാണ് അതുപോലെ തന്നെ എല്ലാവർക്കും എല്ലാ അസുഖങ്ങളും വരണമെന്നില്ല. ഇപ്പോൾ ശാരീരിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാകണം നിർബന്ധമില്ല, മാനസിക പ്രശ്നങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ഉണ്ടാകണം നിർബന്ധമില്ല. അതിന് ആ വ്യക്തിയുടെ ജനിതകപരമായ പ്രത്യേകതകൾ, ബയോളജിക്കൽ പ്രത്യേകതകൾ ഇതെല്ലാം ഘടകമാണ്. ഞാൻ മദ്യപിച്ച് എനിക്ക് ലിവർ സിറോസ് വന്നു എന്ന് കരുതി ചിലപ്പോൾ അടുത്തയാൾക്ക് കൂട്ടത്തിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന വ്യക്തിക്ക് വരണം നിർബന്ധമില്ല. അതിന് എൻ്റെ ജനിതക ഘടന, എൻ്റെ ശാരീരിക അവസ്ഥകളെല്ലാം ബാധകമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എനിക്ക് ലഹരിയാസക്തി രോഗമുണ്ടോ എന്നുള്ളതാണ്. അല്ലാതെ ആഴ്ചയിലൊന്ന് പോയി പരിശോധിച്ച് ടെസ്റ്റ് നടത്തി SGPT ഒക്കെ നോക്കി, അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കി കുഴപ്പമൊന്നുമില്ല, എൻ്റെ ഓക്കെയാണ് എന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും മദ്യപാനത്തിലേക്ക് പോകുക എന്നുള്ളതല്ല. എനിക്ക് ലഹരിയാസക്തി രോഗമുണ്ടോ? ലഹരിയാസക്തി രോഗമുണ്ടോ എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇടയ്ക്കിടയ്ക്ക് വീണ്ടും മദ്യപിക്കാനോ അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാനുള്ള ടെൻഡൻസി വരും. അത് വീണ്ടും ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന ഒരു ധ്വനിയിൽ ഇവർ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഈ 3 ഘട്ടങ്ങളിനകത്തുണ്ട്. 1 ലഹരിയാസക്തി രോഗം എന്ന് പറയുന്ന അവസ്ഥ, 2 അതുമൂലം ഉണ്ടാകുന്ന പിന്മാറ്റ അസ്വസ്ഥതകൾ, 3 ഇതിൻ്റെ തുടർച്ചയായ ഉപയോഗം മൂലമുണ്ടാകുന്ന ശാരീരികവും മാനസികമായ രോഗാവസ്ഥകൾ. ഇന്ന് സമൂഹത്തിൽ HIV AIDS പോലത്തെ രോഗാവസ്ഥകളുടെ എണ്ണം കൂടിക്കൂടി വരുന്നുണ്ട്. അതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് മയക്കുമരുന്ന് വസ്തുക്കളുടെ ഉപയോഗം ആണ് യുവാക്കളുടെ ഇടയിലുണ്ടാകുന്നത്. അതിനൊരു കാരണം എന്ന് പറയുന്നത് ഈ സിറിഞ്ച് പരസ്പരം ഷെയർ ചെയ്യുന്നതാണ്. സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ഒരാൾ ലഹരി വസ്തു മേടിച്ച്, മയക്കുമരുന്ന് വസ്തു ഏതെങ്കിലും മേടിച്ചാൽ കൂട്ടുകാർ കൂടി ഈ ഒരേ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരം മയക്കുമരുന്നുകൾ പരസ്പരം കുത്തിവെക്കുകയും ആ ഒരു ശീലം പതുക്കെ ഒരാളിൽ നിന്ന് മറ്റേ ആളുകളിലേക്കെല്ലാം HIV AIDS പ്രചരിക്കുന്നതിന് കാരണമായി തീരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് ഒരു ഘട്ടം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ലൈംഗികപരമായ ചിന്തകൾ വരികയും അവിടെ സുരക്ഷിതമല്ലാത്ത ലൈംഗിക ബന്ധത്തിലേക്കും ഒന്നിലധികമുള്ള ലൈംഗിക ബന്ധങ്ങളിലേക്കും കടക്കുകയും ചെയ്യും. അതും ഇത്തരം HIV AIDS പോലത്തെ രോഗാവസ്ഥകൾ ശക്തിപ്പെടുന്നതിന് കാരണമാകുന്നുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൃത്യമായി പ്രവർത്തനത്തിലൂടെ ഈ HIV AIDSനെ സമൂഹത്തിൽ കൃത്യമായ രീതിയിൽ തടഞ്ഞു നിർത്തിയിരുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യാപനം തടഞ്ഞു വെച്ചിരുന്നത്. പക്ഷേ ഇന്ന് യുവാക്കളുടെ ഇടയിൽ അത് വളരെയധികം ശക്തിപ്പെട്ട് വരുന്നുണ്ട്. അതിന് കാരണം ഈ മയക്കുമരുന്നിൻ്റെ ഉപയോഗങ്ങളും യുവാക്കളുടെ സുരക്ഷിതമല്ലാത്ത ബന്ധങ്ങളുമാണ്. ലഹരി വസ്തു ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് കുറ്റകൃത്യങ്ങൾക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതിനൊരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ തലച്ചോറിനെ നിയന്ത്രിക്കുന്നത് പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ്. പ്രായത്തിലുള്ള കുട്ടികളിൽ പ്രീഫ്രണ്ടൽ കോർട്ടക്സിൻ്റെ വളർച്ച പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. അത് പൂർത്തീകരിക്കപ്പെടുന്നത് ഏകദേശം 25 വയസ്സോടുകൂടി മാത്രമാണ്. അതിന് മുൻപുണ്ടാകുന്നത് ലിംബിക് സിസ്റ്റവും അമിഗ്ഡാല എന്ന് പറയുന്നത് ഇമോഷൻ ബ്രെയിനാണ്. അപ്പോൾ ഈ സമയത്ത് വൈകാരികമായ കാര്യങ്ങൾക്കായിരിക്കും പ്രാധാന്യം കൂടുതൽ. എടുത്തിയാട്ടം കൂടുക, ദേഷ്യം കൂടുക, പെട്ടെന്ന് പ്രതികരിക്കാനുള്ള പ്രവണത ഉണ്ടാവും. കാരണം നമുക്കെൻ്റെ എല്ലാവരുടെ ഉള്ളിൽ ഒരു സർവൈവൽ ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ഈ കൗമാരപ്രായത്തിൻ്റെ ഘട്ടത്തിൽ നമുക്കെപ്പോഴും പെട്ടെന്ന് പ്രതികരിക്കുകയും പെട്ടെന്ന് വഴക്കുണ്ടാക്കാനും ഉള്ള ഒരു ഭാവം കുട്ടികളിലുണ്ടാവും. അതിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സ് ആണ്, കോഗ്നിറ്റീവ് ബ്രെയിനാണ്. പക്ഷേ കൗമാരപ്രായത്തിലുള്ള കുട്ടികൾ ലഹരി വസ്തു ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഈ കോഗ്നിറ്റീവ് ബ്രെയിനിൻ്റെ വളർച്ച മുരടിക്കുകയും അല്ലെങ്കിൽ അതിൻ്റെ വളർച്ച കൃത്യമായ രീതിയിൽ ആവാതെ വരികയും ചെയ്യുന്നത് കൊണ്ട് വൈകാരികമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൂടും. അപ്പോൾ പെട്ടെന്ന് വഴക്കുണ്ടാക്കാനുള്ള പ്രവണത, ദേഷ്യം വരാനുള്ള പ്രവണത, അതിനോടൊപ്പം തന്നെ മാനസിക രോഗാവസ്ഥകൾ ഉണ്ടാവും. എന്നെ എല്ലാവർക്കും സംശയമാണ് എന്ന് പറയുന്ന ചിന്താഗതികൾ, ഇവരുടെ ഉള്ളിലുള്ള ഹാലുസിനേഷൻ ബിഹേവിയറുകൾ, വിഭ്രാന്തികൾ, സംശയരോഗങ്ങൾ ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പലപ്പോഴും അറിയാം, ഇപ്പം മദ്യപിക്കുന്നവർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിൽ ചുമ്മാ നോക്കിയാൽ മതി, എന്നോട് എന്നെ നോക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ അവൻ്റെ ഉള്ളിൽ ചിന്ത വരുന്നത് എന്നെ ആരൊക്കെ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ചിന്തയാണ്. അപ്പം ഈ ചിന്ത ശക്തിപ്പെടുമ്പോൾ ഇവരെല്ലാവരും എന്നെ നിരീക്ഷിക്കാൻ വന്നിരിക്കുന്നവരാണ് എന്ന് പറയുന്നൊരു ഭാവത്തിലേക്ക് വരികയും പെട്ടെന്ന് കയറി വഴക്കുണ്ടാക്കാനുള്ള ഒരു ഭാവം വരികയും ചെയ്യും. അപ്പോൾ ആ ഒരു തലത്തിൽ ഇവർക്ക് അക്രമവാസനകൾ കൂടും. പിന്നെ മറ്റൊരു കാര്യം, ഒരു ഘട്ടം കഴിയുമ്പോൾ, ലഹരി വസ്തുവിൽ കടന്നു വന്ന ഒരു ഘട്ടം കഴിയുമ്പോൾ ഞങ്ങളിങ്ങനെയായി പോയി എന്ന് പറയുന്നൊരു ചിന്ത വരും. മാതാപിതാക്കൾ വഴക്കുണ്ടാക്കുന്നു, നീ ഇങ്ങ് നന്നാവിയല്ല എന്ന് പറയുന്നു. അപ്പോൾ അവൻ്റെ കൂട്ടുകെട്ടുകൾ പൂർണ്ണമായും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ലോബികൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾ മാത്രമായി മാറുകയും അവരുടെ ലോകത്തിലേക്ക് മാറ്റപ്പെടും. അവിടെ ഈ പറഞ്ഞിരിക്കുന്ന അക്രമവാസനകൾക്ക് പ്രാധാന്യം കൂടും. കാരണം സാമ്പത്തികപരമായ കുറ്റകൃത്യങ്ങൾക്ക് വെച്ചാലും ഇത് കടത്തുവാനും മയക്കുമരുന്ന് കടത്തിക്കൊണ്ട് പോകാനൊക്കെ ഇത് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ വരുന്ന കുട്ടികൾക്ക്
അവർക്ക് ഈ കൊട്ടേഷൻ, കാരണം എങ്ങനെയും പണം ഉണ്ടാക്കിയേ പറ്റുള്ളൂ, മയക്കുമരുന്ന് ഉപയോഗിച്ചേ പറ്റുള്ളൂ, സാമ്പത്തികപരമായ മാർഗ്ഗം അറിയില്ല. ചിലപ്പോൾ സംഭവിക്കുന്ന പ്രശ്നം, ഒരു പ്രാവശ്യം കേസിൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവർ ജയിലിലേക്ക് പോകുന്നു, പുറത്തിറങ്ങുന്നു. അതോടുകൂടി തീരുമാനമാകുന്നു ഇനി ഞങ്ങൾ എന്തായാലും ഇങ്ങനെയാണ്, കാരണം മൊത്തത്തിൽ പേരായി, മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ട് ജയിലിലായിരുന്നു എന്ന് പറയുന്നത്. അപ്പോൾ മറ്റുള്ള സുഹൃത്തുക്കളെല്ലാം വഴിമാറ്റപ്പെടുന്നു. പിന്നെ ഇവൻ്റെ സൗഹൃദം എന്ന് പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ഓൾറെഡി നിലവിലുള്ള ലഹരി ഉപയോഗിക്കുന്ന വ്യക്തികൾ മാത്രമായി മാറും. അങ്ങനെ ലഹരി ഉപയോഗിക്കുന്നവർ മാത്രമായി മാറിക്കഴിയുമ്പോൾ ഇത്തരം കുട്ടികൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല, കാരണം പണം ഉണ്ടാക്കി കണ്ടെത്തിയേ പറ്റുള്ളൂ, മയക്കുമരുന്ന് കടത്തിയേ പറ്റുള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ആ ഒരു കൊട്ടേഷൻ രീതിയിലേക്കും മറ്റുള്ള രീതികളിലേക്ക് മാറുകയും കള്ളക്കടത്തുകൾ അല്ലെങ്കിൽ പിടിച്ചുപറികൾ ആ രീതിയിൽ ഉണ്ടാക്കി പണം ഉണ്ടാക്കുക എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് മാറ്റപ്പെടുന്ന അവസ്ഥയുണ്ട്. അങ്ങനെ സമൂഹത്തിൽ അക്രമം. മൂന്നാമതൊരു കാര്യം എന്ന് പറയുന്നത്, മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇവരുടെ തലച്ചോറിൻ്റെ ഘടനയിൽ മാറ്റം വരുന്നത് കൊണ്ട് ഇവർക്ക് മാനസിക രോഗാവസ്ഥകൾ ഉണ്ടാവും. അത്തരം വ്യക്തികൾ സമൂഹത്തിൽ പെട്ടെന്ന് ഒരു കാര്യവുമില്ലാതെ വിഭ്രാന്തിപരമായ പ്രശ്നമുള്ളതുകൊണ്ട് ഉപദ്രവിക്കാനും വഴക്കുണ്ടാക്കാനും ഉണ്ടാകുന്ന സാധ്യതകളുണ്ട്. അതും വഴിയെ പോകുന്ന വണ്ടികളെ ഉപദ്രവിക്കുന്ന, ഒരു കാര്യത്തിലും തെറി വിളിക്കുന്ന, ഭയാനകത സൃഷ്ടിക്കുന്ന അവസ്ഥ അവിടെ രൂപപ്പെടും. ഇങ്ങനെ 3 രീതികളിൽ ഇവർ അക്രമത്തിലേക്ക് വരാനും അല്ലെങ്കിൽ ഭയാനകത സൃഷ്ടിക്കാനും സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. ലഹരി ഉപയോഗിച്ച് ക്യാൻസർ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ലിവർ സിറോസ് പോലത്തെ അസുഖങ്ങൾ വരുന്നു, ശാരീരികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അപ്പം ഏത് ലഹരി വസ്തു ഉപയോഗിച്ചെന്നാലും അത് ഉറപ്പായിട്ടും തലച്ചോറ് മുതൽ ഉള്ളംകാലി വരെ എല്ലാ ഭാഗത്തെയും ബാധിക്കുകയും സാവകാശം രോഗാവസ്ഥകളുണ്ടാകും. 2, അത് തലച്ചോറിനെ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ, തലച്ചോറിൻ്റെ ഘടനയെ ബാധിക്കുന്നതായതുകൊണ്ട് തന്നെ അവിടെ മാനസിക രോഗാവസ്ഥകളുണ്ടാവും. പക്ഷേ ലഹരി ഉപയോഗം എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു രോഗാവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ ഇതിന് വേണ്ട ചികിത്സാ രീതി എന്ന് പറയുന്നത് ഈ പറഞ്ഞ 2 കാര്യങ്ങളെ ആസ്പദമാക്കിയാണ്. ഒന്ന്, ലഹരി ഉപയോഗിക്കുന്ന ഒരു വ്യക്തിക്ക് നേരെ ചെന്ന് കൗൺസിലിംഗ് കൊടുക്കേണ്ട കാര്യമില്ല, കാരണം ആ വ്യക്തി ഓൾറെഡി നിലവിൽ ശക്തമായ ലഹരി ഉപയോഗത്തിലാണ് നിൽക്കുന്നത്. അതിൻ്റെ അസ്വസ്ഥതകളുണ്ടാവും, പിന്മാറ്റ അസ്വസ്ഥതകൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ ഒരു ഡോക്ടറുടെ സേവനം ഉപയോഗപ്പെടുത്തിയുള്ള മരുന്നിൻ്റെ രീതിയിലുള്ള മെഡിക്കേഷൻ പ്രോഗ്രാം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ ആ വ്യക്തിക്കുണ്ടാകുന്ന പിന്മാറ്റ അസ്വസ്ഥതകൾ, ഇപ്പം പലപ്പോഴും ആദ്യ ദിവസങ്ങളിൽ ഉറക്കമില്ലായ്മ ഉണ്ടാവാം, ദേഷ്യക്കൂടുതൽ, അസ്വസ്ഥതകൾ, അതിനോടൊപ്പം തന്നെ ശാരീരിക ബുദ്ധിമുട്ട് വന്ന് ഫിറ്റ്സ് ഉണ്ടാകുന്ന, ഹാലുസിനേഷൻ ഉണ്ടാകുന്ന, വിഭ്രാന്തി ഉണ്ടാകുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ശരിയായ വർക്ക് എന്ന് പറഞ്ഞാൽ ഡീടോക്സിഫിക്കേഷൻ പ്രോസസ്സ് നടക്കുക. ആ ഒരു സമയത്ത് കൃത്യമായ രീതിയിലുള്ള മെഡിസിൻ കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷേ മെഡിസിൻ കൊടുത്ത് ആൾ പൂർണ്ണ ആരോഗ്യവാനായി മാറുന്നുണ്ടെങ്കിലും ഇത് ആസക്തിപരമായ രോഗമായതിനാൽ ഈ വ്യക്തികൾക്ക് പിന്നീട് വീണ്ടും മദ്യപിക്കാനുള്ള പ്രവണത ഉണ്ടാകും. കാരണം ഇതൊരു ലേൺഡ് പ്രക്രിയയാണ്, ഇത് കണ്ടീഷൻഡ് പ്രക്രിയയാണ്. അപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും അവർ ചികിത്സ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഇവർക്ക് സ്വാഭാവികമായി തന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളുടെ കടന്നു പോകുമ്പോൾ മദ്യപിക്കാനുള്ള, ലഹരി വസ്തു ഉപയോഗിക്കാനുള്ള പ്രവണത ഉണ്ടാകും. അതുകൊണ്ടാണ് പലപ്പോഴും ഉണ്ടാകുന്നൊരു പ്രശ്നം, ചികിത്സയ്ക്ക് പോകുന്നു, അല്ലെങ്കിൽ മരുന്ന് കൊടുത്തു, ചികിത്സ കൊടുത്തു, ഹോസ്പിറ്റലിൽ കിടന്നു, പക്ഷെ പുറത്തേക്ക് ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും കുടിച്ചു എന്ന് പറയുന്നുണ്ട്. ചില വ്യക്തികൾക്ക് ലിവർ സോറസ് വന്നു, കുടുംബാംഗങ്ങൾ പറയും ലിവർ സോറസ് പോലും വന്നിട്ട് പോലും ഈ വ്യക്തി പിന്നെയും കുടിക്കുകയാണല്ലോ, അവിടെ നിന്ന് രക്ഷപ്പെട്ടിട്ട് പോലും പിന്നെയും കുടിക്കുന്നുണ്ടല്ലോ എന്ന് പറയും. കാരണം ഇത് ഇവരുടെ കുഴപ്പമല്ല, ഇവരുടെ ഉള്ളിൽ നിന്ന് സ്വാഭാവികമായി ഇവർക്ക് ഈ പറഞ്ഞ ഒരു ക്രേവിങ്, ആസക്തി ശക്തമായി വരും. ഈ ആസക്തി ശക്തമായി വരുന്നത് കൊണ്ട് ആ സമയത്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമെന്ന് പറയുന്നത് ഇവരുടെ ഉള്ളിൽ ക്ലാസ്സുകളുടെയും കൗൺസിലിങ്ങിലൂടെയും സൈക്കോ തെറാപ്പി പ്രോഗ്രാമിലൂടെയും ഈ ആസക്തിനെ അതിജീവിക്കാനും ആസക്തിനെ മാറ്റുവാനുള്ള പരിശീലനം ആവശ്യമാണ്. അപ്പോൾ അത് കൃത്യമായി ഇവർക്ക് കൊടുക്കണം. എപ്പോഴാണ് അത് ട്രിഗർ ചെയ്യുന്നത്? അപ്പോൾ അത്രയും അതിന് ഓൾ പേഴ്സൺ റിക്കവറി പ്രോഗ്രാം എന്ന് പറയും. അപ്പോൾ ആ ഓൾ പേഴ്സൺ റിക്കവറി പ്രോഗ്രാം കൃത്യമായി പ്രാക്ടീസ് ചെയ്യിപ്പിച്ചിട്ട് കൃത്യമായ രീതിയിൽ പുനഃപതനം തടയാൻ, അപ്പോൾ റിലാപ്സ് എന്ന് പറഞ്ഞാൽ പുനഃപതനം, ആ പുനഃപതനം തടയാനുള്ള മാർഗ്ഗങ്ങൾ വരെ പഠിപ്പിക്കണം. എന്നിട്ട് അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. അങ്ങനെ പരിശീലിച്ചാൽ മാത്രമേ, കാരണം നമുക്കറിയാം നമ്മുടെ സമൂഹത്തിൽ സന്തോഷം വന്നാലും കുടിക്കുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ഇവൻ്റെ തലച്ചോറ് പഠിച്ചു വച്ചിരിക്കുന്നത് സന്തോഷകരമായ കാര്യങ്ങൾ വരുമ്പോൾ മദ്യപിക്കണം എന്നുള്ളതാണ്. എനിക്ക് എൻ്റെ അടുത്ത് വന്നൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. പുള്ളി മദ്യപാനം നിർത്തിപ്പോയി, ഏതാണ്ട് 1 വർഷത്തോളം കുടിക്കാതിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹം കുടിച്ചു എന്ന് പറയുന്നത് ലോട്ടറി അടിച്ച സന്തോഷത്തിലാണ്. ലോട്ടറി അടിച്ചു, ഒരു ദിവസം അദ്ദേഹം ഈ അടിച്ച ലോട്ടറിയുമായിട്ട് ഇങ്ങനെ പിടിച്ചു നിന്നു. പക്ഷേ പിന്നീട് സന്തോഷം ശക്തമായപ്പോൾ എന്ത് ചെയ്യുമെന്നറിയാൻ വന്നപ്പോൾ ആ സന്തോഷത്തിൻ്റെ മൂർധന്യാവസ്ഥയിൽ ഇദ്ദേഹം ചെയ്തത് നേരെ പോയി കഴിക്കണം. കാരണം ശക്തമായ രീതിയിൽ തലച്ചോറിൽ നിന്ന് സന്തോഷകരമായ അവസ്ഥ വരുമ്പോൾ, ഇത് ഓരോ വ്യക്തിയുടെയും ലേണിംഗ് അനുസരിച്ച് വ്യത്യാസം. ചിലർക്ക് സന്തോഷം വരുമ്പോഴായിരിക്കും, ചിലർക്ക് സങ്കടം വരുമ്പോഴായിരിക്കും, ചിലർക്ക് മൂഡ് ഓഫ് വരുമ്പോഴായിരിക്കും, ചിലപ്പോൾ ബോറടിക്കുന്ന സമയത്താവാം.
ചിലർക്ക് വൈകുന്നേരങ്ങളിലാവാം. എനർജി ലെവലിലുള്ള വേരിയേഷൻ വരുന്നത് കൊണ്ട് വൈകുന്നേരങ്ങളാകുമ്പോൾ മദ്യപിക്കാനുള്ള പ്രവണത ശക്തമാണ്. അപ്പോൾ ആ വൈകുന്നേരങ്ങൾ എങ്ങനെ പരിശീലിക്കണം എന്നുള്ളത് പഠിപ്പിക്കണം. ചിലർക്ക് സ്ട്രെസ്സ് വരുമ്പോൾ മാത്രമായിരിക്കാം പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരെല്ലാം മദ്യപിക്കാതിരിക്കും. അപ്പോൾ കുടുംബാംഗങ്ങൾ നോക്കുമ്പം, ഭാര്യ നോക്കുമ്പോൾ, മാതാപിതാക്കൾ നോക്കുമ്പോൾ കുടിക്കുന്നില്ല. പക്ഷേ 15 ദിവസം, 1 മാസം, 2 മാസം കഴിഞ്ഞ വ്യക്തി ഒരു കുഴപ്പമില്ലാതെ പോയി ഇനി ഒരിക്കലും കുടിക്കില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കുടുംബാംഗങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്നാണ്ട് കുടിച്ചേക്കുന്നു. അപ്പോൾ അവർക്കത് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുടുംബാംഗങ്ങൾ തിരിച്ചറിയേണ്ട കാര്യം, ഒരിക്കൽ മദ്യപാനം നിർത്തി എന്ന് കരുതി ഇനി മേലിൽ കുടിക്കില്ല എന്നോ ജീവിതത്തിൽ ഒരിക്കലും കുടിക്കില്ല എന്നുള്ളതല്ല. അവരങ്ങനെ പറയുന്നുണ്ടാവാം, അവരുടെ ആഗ്രഹം അതാണ്. പക്ഷേ പുനഃപതനം ഉണ്ടാവാൻ, വീണ്ടും മദ്യപിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ചികിത്സാ രീതി എന്ന് പറയുന്നത് ഇത് രണ്ടും കൂടെ ഒരുമിപ്പിച്ചുള്ള ചികിത്സാ രീതിയാണ്. അതിന് മരുന്ന് മാത്രമല്ല, മരുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, കൗൺസിലിംഗ് ഏറ്റവും പ്രധാനമാണ്, സൈക്കോതെറാപ്പി ഏറ്റവും പ്രധാനപ്പെട്ടാണ്, മൂന്നാമത് ഫോളോ അപ്പ് പ്രധാനമാണ്. അതിന് ആൽക്കഹോളിക് അനോണിമസ് പോലെയുള്ള സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ, യോഗ പോലുള്ള കാര്യങ്ങളുടെയൊക്കെ കൃത്യമായ രീതിയിൽ ഫോളോ അപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പുനഃപതനത്തെ തടയാനായിട്ട് സാധിക്കുകയുള്ളൂ. കുട്ടികൾക്ക് ലഹരി ഉപയോഗിക്കുന്ന മാതാക്കൾക്ക് തിരിച്ചറിയാനുള്ള മാർഗ്ഗം അവരെ നിരീക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്കുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയാൻ സാധിക്കുക. അപ്പോൾ അതിന് എനിക്ക് ആദ്യമേ പറയാനുള്ളത്, മാതാപിതാക്കൾ നല്ല ഒബ്സർവറായിരിക്കുക, കുട്ടികളുടെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് കൃത്യമായി നോക്കുക. അപ്പോൾ ആദ്യ സമയത്ത് നമുക്ക് ഇവരുടെ പെരുമാറ്റത്തിൽ മാറ്റം വരും. ഉറക്കത്തിൻ്റെ ശീലങ്ങളിൽ മാറ്റം വരിക, രാത്രി ലേറ്റായിട്ട് ഉറങ്ങാൻ ശ്രമിക്കുക, രാവിലെ ലേറ്റായിട്ട് എഴുന്നേക്കാൻ ശ്രമിക്കുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഭക്ഷണ രീതികളിൽ മാറ്റം വരിക. ചിലപ്പം ഭക്ഷണം അമിതമായി കഴിക്കും, ചില സമയത്ത് ഭക്ഷണം ഒട്ടും വേണ്ട, വിശപ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ഉറക്കം തീരെ കുറയുക, ചിലപ്പോൾ ഉറക്കം കൂടിപ്പോവുക എന്ന് പറയുന്ന ഒരു രീതിയിലുണ്ടാവാം. പിന്നെ വരുന്നത് ഇവൻ്റെ പഠിത്ത രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ. അതുവരെ കുഴപ്പമില്ലാതെ പഠിച്ചുകൊണ്ട് പോയിരിക്കുന്ന ആ പഠിത്ത രീതിയിൽ നിന്നും വളരെ പെട്ടെന്ന് ഇവൻ്റെ പഠിത്ത രീതികളുടെ അക്കാദമിക് ലെവലിലുള്ള കാര്യങ്ങൾ മനോഭാവം മാറുക, തീരെ പഠിത്തൊരു താല്പര്യം കുറയുക, ഫോണിനോട് താല്പര്യം കൂടുക, അത്തരം ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് സംശയിക്കണം. അതുപോലെ തന്നെ സൗഹൃദങ്ങളിൽ മാറ്റം വരിക. അതുവരെ ഉണ്ടായിരുന്ന സുഹൃത്തുക്കൾ നമുക്കെല്ലാം, പക്ഷേ ഇപ്പോൾ മാതാപിതാക്കൾക്ക് തൻ്റെ മകൻ്റെ അല്ലെങ്കിൽ മകളുടെ സുഹൃത്തുക്കളെ കൃത്യമായി തിരിച്ചറിയാൻ വരും. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിൽ അവരുടെ ലഹരിയുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളെ പരിചയപ്പെടുത്താൻ വേണ്ടി കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് ഇവരുടെ സുഹൃത്തുക്കൾ ആരാണ് എന്നത് കൃത്യമായി വ്യക്തമായി കൊടുക്കും. അപ്പോൾ നമ്മുടെ മക്കളുടെ സുഹൃത്തുക്കൾ ആരാണെന്നുള്ളത് കൃത്യമായി ഒന്ന് തിരിച്ചറിയാൻ സാധിക്കുക. അതിന് പറ്റാതെ പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സംശയിക്കണം. അതുപോലെ സാമ്പത്തിക ആവശ്യങ്ങൾ കൂടുക, വീട്ടിൽ നിന്ന് സാമ്പത്തികപരമായ കാര്യങ്ങൾ നഷ്ടപ്പെടുക, ഇപ്പം പൈസ വെച്ചത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ മറ്റു വസ്തുക്കൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവുക, അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ ബാഗ് കാര്യങ്ങൾ പരിശോധിക്കുക. ലഹരിയുമായി ബന്ധപ്പെട്ടുള്ള ചെറിയ ചെറിയ വസ്തുക്കൾ ഉണ്ടാവുക, ഐ ഡ്രോപ്സ് ഉണ്ടാവുക, പാൻ കാർഡ് പോലത്തെ സാധനങ്ങൾ കൈവശം ഉണ്ടായിരിക്കുക. ചില കുട്ടികളൊക്കെ പാൻ കാർഡ് പോലത്തെ അല്ലെങ്കിൽ ATM കാർഡ് പോലത്തെ ചെറിയ കാർഡുകൾ കൈവശം വയ്ക്കുന്നത് മയക്കുമരുന്ന് വസ്തുക്കൾ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായി. അതുപോലെ ചെറിയ OCB പേപ്പറുകൾ, ചെറിയ പേപ്പർ കഷ്ണങ്ങൾ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് വരുന്നു. പിന്നെ മയക്കുമരുന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ളത് കൊണ്ട് എന്തും ഏതും കുട്ടികൾ മയക്കുമരുന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മണക്കുന്ന വസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട്. ദൈനംദിന ജീവിതത്തിൽ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളും ഇന്ന് കുട്ടികൾ മയക്കുമരുന്ന് വസ്തു ഉപയോഗിക്കുന്നുണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് സ്വാഭാവികമായി കാണുന്ന കാര്യങ്ങൾ തന്നെ കുട്ടികൾ അസ്വാഭാവികമായി ഉപയോഗിക്കുന്ന രീതിയിൽ ഉണ്ടാവുന്നുണ്ടെങ്കിൽ മാതാപിതാക്കൾ അതിനെ ഒന്ന് സംശയിക്കും. ഇപ്പോൾ കുട്ടികളുടെ ബാഗിൽ മരുന്ന് കിടപ്പുണ്ടെങ്കിൽ, ഗുളിക ചോദിക്കുമ്പോൾ തലവലിക്ക് മേടിച്ചാൽ ഈ കുട്ടികൾക്ക് മേടിച്ചാണെന്ന് പറയുന്നതാണെങ്കിൽ പോലും അതിനൊന്ന് സംശയിക്കണം. പെയിൻറ്റ് പോലത്തെ സാധനങ്ങളോ മണക്കുന്ന വസ്തുക്കളോ അങ്ങനെ എന്തും ആകാം. ദൈനംദിന ജീവിതത്തിൽ നമ്മൾക്ക് കൃത്യമായി ഉപയോഗമുള്ളതായിരിക്കാം, പക്ഷേ കുട്ടികളത് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ നിരീക്ഷണം ഉണ്ടാകുക, പോക്കറ്റുകൾ പരിശോധിക്കുക, ബാഗുകൾ എടുക്കുക. പക്ഷേ അത് പരിശോധിക്കാൻ പറയുമ്പോൾ സംശയത്തിൽ നിന്നുകൊണ്ട് നീ കഞ്ചാവ് അല്ലെങ്കിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന വ്യക്തിയാണ് എന്ന രീതിയിലല്ലാതെ സൗഹൃദത്തോടെ കൊണ്ടുപോവുകയും ചെയ്യും. ആ സൗഹൃദം നിലനിർത്തുകയും ചെയ്യുക. ഒപ്പം ഉണ്ടാവേണ്ടത് എന്തും ഏതും സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുക. പല മാതാപിതാക്കളും പറയുന്നു, ഇപ്പം ഞങ്ങളുടെ കൗൺസിലിംഗ് വരുന്ന സമയത്ത് കുട്ടികൾ പലപ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് മാതാപിതാക്കളോട് സംസാരിക്കാൻ പറ്റുന്നില്ല. പക്ഷേ മാതാപിതാക്കളോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞൊരു വാചകം, ഞാൻ എന്തും പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടെന്നാണ്. ഈ എന്തും പറയാൻ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നത് അവിടെ ഒരു അകലമുണ്ടെന്നാണ്. പകരം നമുക്കുണ്ടാവേണ്ടത് സ്വാഭാവികമായ അടുപ്പാണ്. അപ്പോൾ അതുണ്ടാകണമെങ്കിൽ മാതാപിതാക്കൾ എപ്പോഴും കുട്ടികളോടൊപ്പമായിരിക്കുക.
അവരോട് തുറന്ന് സംസാരിക്കുന്ന അറിയുക, നമ്മൾ സംസാരിക്കുക അവർ സംസാരിക്കുക എന്ന് പറയുന്ന രീതിയിൽ പോവുക. അതല്ലാതെ അവർ വന്ന് എന്നോടൊന്ന് പറയാമല്ലോ, അപ്പോൾ പറയാൻ നിനക്ക് വന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന രീതി മാറിയിട്ട് പറയാനുള്ള സ്പേസ് അവിടെ ഉണ്ടാവണം. അവന് ഫീൽ ചെയ്യണം എന്ത് മിസ്റ്റേക്ക് ആണെങ്കിലും. കുട്ടികൾ ലഹരിയിലേക്ക് പോകാതിരിക്കുക എന്ന് പറയുന്നത്, ഒന്ന് ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൃത്യമായ രീതിയിൽ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗങ്ങൾ നല്ല കാര്യങ്ങൾ കാണുന്നതിനൊക്കെ ഞാൻ കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് ഒരിക്കൽ എന്ത് കണ്ടെന്നാലും അതുപോലത്തെ കാര്യങ്ങളായിരിക്കും വീണ്ടും വരുന്നത്. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന പ്രശ്നം, ലഹരിയുമായി ബന്ധപ്പെട്ട നേരിട്ട് ലഹരി അല്ലെങ്കിൽ പോലും ലഹരിയുമായി ബന്ധമുള്ള ഏതെങ്കിലും കാര്യങ്ങളാണ് കാണുന്നതെങ്കിൽ പിന്നീട് നമ്മൾ കാണുമ്പോൾ അതേ കാര്യങ്ങൾ കയറി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാം പോലത്തെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഏതും ആയിക്കോട്ടെ, അവയെല്ലാം ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ മാതാപിതാക്കളൊപ്പം ഇരുന്ന് കുട്ടികൾ കാണാൻ ശ്രമിക്കുക. അടുത്തത്, കുട്ടികൾ കൃത്യമായി നോ പറയാൻ പഠിക്കുക. ആരോടാണെങ്കിലും. കൂട്ടുകാരോട് എങ്ങനെ നോ പറയാം, മുതിർന്നവരോട് എങ്ങനെ നോ പറയാം. നമുക്കെല്ലാവരുടെയും ബഹുമാനം വേണം, പക്ഷെ അനുസരണ ആവശ്യമുണ്ട്. പല കുട്ടികളുടെ പ്രശ്നം, ആദ്യ സമയത്ത് ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ പോലും പേടിയും, സാമൂഹികമായ പേടിയും, മാതാപിതാക്കളെ പേടിയും, അധ്യാപകരെ പേടിയും എല്ലാം ഉള്ളതുകൊണ്ട് ഇവൻ്റെ ഉള്ളിൽ ഉപയോഗിക്കണോ വേണ്ടയോ എന്ന് പറയുന്നൊരു ചാഞ്ചല്യം ഉണ്ടാവും. പക്ഷേ കൂട്ടുകാരുടെ അടുത്ത് നോ പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ നിന്ന് ഏറ്റവും മനോഹരമായ രീതിയിൽ വേണ്ട എന്ന്, നോ എന്ന് പറയാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അത് ബഹുമാനത്തോടെ പറയാം. ഇപ്പം മുതിർന്നവരോടാണെങ്കിൽ ബഹുമാനത്തോടെ, കൂട്ടുകാരോടാണെങ്കിൽ സൗഹൃദത്തോടു കൂടി എന്നാ പറയുക. കുട്ടികൾ അറിഞ്ഞിരിക്കുന്ന കാര്യം, എനിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തോട് ഞാൻ നോ എന്ന് പറയുമ്പോൾ കൂട്ടുകാരെ കളിയാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് നോക്കണം, അവർ ഞാനെന്ന വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ, അതോ അവർ പറയുന്നത്, കൂട്ടുകാർ പറയുന്നതല്ല അനുസരിക്കാൻ വേണ്ടിയാണോ ഞാൻ. കാരണം നല്ല സൗഹൃദത്തിൻ്റെ പ്രത്യേകത പരസ്പരം ബഹുമാനിക്കുന്നുള്ളതാണ്. അപ്പം എനിക്കിത് താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞാൽ ഉടനെ അവർ ഓക്കെ താല്പര്യമില്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ അതിന് പകരം ഉടനെ അവർ കളിയാക്കുകയോ കുറ്റപ്പെടുത്തുകയോ മാറി നിർത്താൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിൽ അവരുടെ ഒരു അകലമുണ്ടാക്കുകയും ശ്രമിക്കുകയോ ചെയ്യുന്നുണ്ട് എങ്കിൽ അവിടെയുള്ളത് പരസ്പരം ബഹുമാനിക്കുന്ന സൗഹൃദങ്ങളല്ല. അപ്പോൾ ഓരോ കുട്ടികളും നമ്മുടെ സുഹൃത്തുക്കളെ തിരിച്ചറിയാൻ പഠിക്കുക, ആ സൗഹൃദത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് തിരിച്ചറിയാൻ പഠിക്കുന്നതാണ്.